നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ഡോക്ടർമാരുടെ സമരത്തിനൊരുങ്ങി ഇംഗ്ലണ്ട്. ചികിത്സ തേടാൻ മടിക്കരുതെന്ന് NHS. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് ഇംഗ്ലണ്ടിലെ ഡോക്ടർമാർ ചൊവ്വാഴ്ച മുതൽ 6 ദിവസത്തെ സമരത്തിനൊരുങ്ങുന്നു. ഇതിനോടനുബന്ധിച്ച് രോഗികൾ ഭയക്കാതെ ചികിത്സ തേടണമെന്ന് NHS അധികൃതർ അഭ്യർത്ഥിച്ചു. സമരത്തിനിടയിലും സാധാരണ നിലയിൽ ആശുപത്രികളിലെത്താനും അപ്പോയിന്റ്മെന്റുകൾക്ക് ഹാജരാകാനും രോഗികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്യാഹിത ഘട്ടങ്ങളിൽ 999 വിളിക്കുകയോ എമർജൻസി വിഭാഗത്തിൽ എത്തുകയോ വേണം. അടിയന്തരമല്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് 111 ഓൺലൈൻ സേവനം ഉപയോഗിക്കാവുന്നതാണ്. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ മുന്നോട്ട് വെച്ച ശമ്പള വർധനവ് ആവശ്യങ്ങൾക്ക് അംഗീകാരം ലഭിച്ചില്ലെങ്കിൽ സമരം തുടരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. സർക്കാർ വാഗ്ദാനം ചെയ്ത 35.2% വർധനവ് 4 വർഷം മുൻപുള്ളതിനേക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് ആരോഗ്യ സെക്രട്ടറി സ്റ്റീവ് പാർക്കർ പറഞ്ഞു. അതേസമയം സർക്കാർ വാഗ്ദാനം ചെയ്ത 1000 പരിശീലന സ്ഥാപനങ്ങൾ സാമ്പത്തിക കാരണങ്ങളാൽ സാധ്യമല്ലെന്ന് അറിയിച്ചത് സമരത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. തിരക്കിട്ട ഈ സമര കാലയളവിൽ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന് ഉറപ്പു നൽകുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ മാറ്റങ്ങൾ. 96 ലക്ഷം UK തൊഴിലാളികൾക്ക് ഇനി ആദ്യ ദിവസം മുതൽ സ്റ്റാറ്റ്യൂട്ടറി സിക്ക് പേ. UK 9.6 ദശലക്ഷം തൊഴിലാളികൾക്ക് പ്രയോജനകരമാകുന്ന പുതിയ സ്റ്റാറ്റ്യൂട്ടറി സിക്ക് പേ നിയമങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഇതുവരെ 4-ാം ദിവസമാണ് സിക്ക് പേ ലഭിച്ചിരുന്നതെങ്കിൽ ഇനി മുതൽ രോഗം ബാധിച്ച ആദ്യ ദിവസം മുതൽ തന്നെ വേതനം ലഭിക്കും. എംപ്ലോയ്മെന്റ് റൈറ്റ്സ് ആക്ട് 2025 ഭാഗമായാണ് ഈ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നത്. തൊഴിൽ സംഘടനയായ ട്രേഡ്സ് യൂണിയൻ കോൺഗ്രസ് പറയുന്നതനുസരിച്ച് ഈ മാറ്റം കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്നാണ്. നിലവിൽ കുറഞ്ഞ വേതനം കാരണം സിക്ക് പേയ്ക്ക് അർഹതയില്ലാതിരുന്ന 1.2 ദശലക്ഷം തൊഴിലാളികൾക്കും ഇനി മുതൽ ഇതിന്റെ പ്രയോജനം ലഭിക്കും. സ്ത്രീകളോടൊപ്പം താഴ്ന്ന വരുമാനമുള്ള ജോലികളിൽ ഏർപ്പെട്ടിരുന്നവർ, ഭാഗികമായി ജോലി ചെയ്യുന്നവർ, വികലാംഗർ, പ്രായമായവർ എന്നിവർക്ക് ഇത് കൂടുതൽ ഗുണം ചെയ്യും. ചില ബിസിനസ് ഉടമകൾ ഈ മാറ്റങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. വർദ്ധിച്ചുവരുന്ന ദേശീയ മിനിമം വേതനം, ഉയർന്ന നികുതി നിരക്കുകൾ, ഊർജ്ജവില വർധനവ് എന്നിവ കാരണം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഈ മാറ്റങ്ങൾ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. എന്നിരുന്നാലും 76% വോട്ടർമാരും ആദ്യ ദിവസം മുതൽ സിക്ക് പേ നൽകുന്നതിനെ പിന്തുണയ്ക്കുന്നതായി TUC സർവേയിൽ വ്യക്തമാക്കുന്നു. ഡേവ് കൊടുങ്കാറ്റ്. UK ശക്തമായി. യാത്ര തടസ്സപ്പെട്ടു. ഇപ്പോൾ സ്ഥിതി മെച്ചപ്പെടുന്നു. ഡേവ് കൊടുങ്കാറ്റിനെ തുടർന്നുണ്ടായ ശക്തമായ കാറ്റും മഴയും UK വ്യാപകമായ യാത്രാ തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഈസ്റ്റർ ഞായറാഴ്ചയോടെ കാറ്റിന്റെ ശക്തി കുറഞ്ഞ സ്ഥിതി മെച്ചപ്പെട്ടെങ്കിലും ചിലയിടങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായി. വടക്കൻ ഇംഗ്ലണ്ട്, വടക്കു പടിഞ്ഞാറൻ വെയിൽസ്, തെക്കൻ സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിൽ ജീവന് ഭീഷണിയുണ്ടായേക്കാമെന്ന മുന്നറിയിപ്പുകൾ ഞായറാഴ്ച രാവിലെ പിൻവലിച്ചു. കൊടുങ്കാറ്റിന്റെ കെടുതികളാൽ ലങ്കാഷെയറിലെ ബ്ലാക്ക്പൂളിൽ ഒരു വീടിന്റെ ഭാഗം തകർന്നു വീണു. ലേക്ക് ഡിസ്ട്രിക്റ്റിൽ ഗുഹയിൽ ക്യാമ്പ് ചെയ്യാൻ ശ്രമിച്ച 4 കൗമാരക്കാരെ രക്ഷാപ്രവർത്തകർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. സ്റ്റാഫോർഡ്ഷെയറിൽ വലിയ മരങ്ങൾ വീടുകൾക്ക് മുന്നിൽ പതിച്ചതിനാൽ 2 കുടുംബങ്ങൾക്ക് വീടുകൾ ഉപേക്ഷിക്കേണ്ടി വന്നു. സ്കോട്ട്ലൻഡിൽ 3 സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ നിലനിന്നു. മണിക്കൂറിൽ 150 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയതായാണ് റിപ്പോർട്ടുകൾ. പല പാലങ്ങളിലും ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. സ്കോട്ടിഷ് റെയിൽവേയും ചില യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. കനത്ത മഞ്ഞുവീഴ്ചയുണ്ടായ പടിഞ്ഞാറൻ ഹൈലാൻഡ്സ്, ആർഗെയിൽ, വെസ്റ്റേൺ ഐലൻഡ്സ് എന്നിവിടങ്ങളിൽ താപനില ഗണ്യമായി കുറഞ്ഞു. ആയിരക്കണക്കിന് വീടുകളിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടെങ്കിലും അധികം വൈകാതെ പുനഃസ്ഥാപിച്ചു. തിങ്കളാഴ്ച തണുപ്പ് അനുഭവപ്പെടുമെങ്കിലും പിന്നീട് താപനില ഉയരും. ചൊവ്വാഴ്ച 20 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് പ്രതീക്ഷിക്കുന്നു. UK കയാക്കിംഗ് നടത്തുന്നതിനിടെ മലയാളി വിദ്യാർത്ഥിനി മുങ്ങിമരിച്ചു. UK പഠനത്തിനെത്തിയ കാഞ്ഞങ്ങാട് സ്വദേശിനിയായ കീർത്തി രാജഗോപാൽ ലണ്ടനിലെ തേംസ് നദിയിൽ കയാക്കിംഗ് ചെയ്യുന്നതിനിടെ മുങ്ങിമരിച്ചു. വോൾവിച്ച് മേഖലയിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെടുത്തത്. മുൻ സൈനിക ഉദ്യോഗസ്ഥനായ കേണൽ രാജഗോപാലിൻ്റെയും റീനയുടെയും മകളാണ് കീർത്തി. സൗത്ത് ഈസ്റ്റ് ലണ്ടനിലെ ലാംബത്ത് പ്രദേശത്തെ ഒരു GP സർജറിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു കീർത്തി. ഈസ്റ്റർ അവധി കാരണം നടപടിക്രമങ്ങൾ വൈകുന്നതിനാൽ കുടുംബം കൂടുതൽ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. UK മലയാളി സംഘടനകളും പൊതുപ്രവർത്തകരും ചേർന്ന് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ശ്രമങ്ങൾ നടത്തിവരികയാണ്. ഫെയർ വർക്ക് ഏജൻസി ലോഞ്ചിന് മുൻപ് വിമർശനം.
തൊഴിലാളി സംരക്ഷണം പരാജയപ്പെടുമെന്ന് യൂണിയൻ ബോസ്. യുകെയിലെ പുതിയ തൊഴിൽ അവകാശ ഏജൻസിയായ ഫെയർ വർക്ക് ഏജൻസിയുടെ ഉദ്ഘാടനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതിൻ്റെ മുൻഗണനകളിൽ വിമർശനം ഉയരുന്നു. പുതിയ തൊഴിൽ അവകാശ നിയമത്തിൻ്റെ പ്രധാന ഭാഗമായി വരുന്ന ഈ ഏജൻസി ബിസിനസ്സുകളിലെ നിയന്ത്രണ ഭാരം കുറയ്ക്കാനാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഏജൻസിയെ ചത്ത പക്ഷിയാക്കി മാറ്റാൻ സാധ്യതയുണ്ടെന്ന് തൊഴിലാളി സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു. ഏജൻസിയുടെ ആദ്യ വർഷത്തെ മുൻഗണനകളിൽ ചിന്താ നേതൃത്വം, നിയന്ത്രണ ഭാരം കുറയ്ക്കൽ എന്നിവ ഉൾപ്പെടുത്തിയതിനെ വിദഗ്ധരും ട്രേഡ് യൂണിയനുകളും ചോദ്യം ചെയ്യുന്നു. നിലവിൽ യുകെയിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന തൊഴിൽ ദാതാക്കൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടതിന് പകരം ചട്ടങ്ങൾ ലംഘിക്കുന്ന കമ്പനികൾക്ക് ഇളവുകൾ നൽകാനാണ് ശ്രമിക്കുന്നതെന്ന് യൂണിയൻ നേതാവ് ഷാരോൺ ഗ്രഹാം ആരോപിച്ചു. തൊഴിൽ നിയമപാലനത്തിനുള്ള ഫണ്ടുകൾ വെട്ടിച്ചുരുക്കിയതിനാൽ ശക്തമായ പരിശോധനകളും പിഴകളുമാണ് വേണ്ടതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഫെയർ വർക്ക് ഏജൻസിക്ക് മതിയായ ബജറ്റ് അനുവദിക്കുന്നതിനെക്കുറിച്ചും ഇതുവരെ സർക്കാർ വ്യക്തത നൽകിയിട്ടില്ല. ബ്രാക്നർ GP സർജറിയിൽ നിന്ന് 4.5 ലക്ഷം പൗണ്ടിലധികം തട്ടിയെടുത്ത കേസിൽ ഫിനാൻസ് മാനേജർക്ക് 3.5 വർഷം തടവ്. ബ്രാക്നലിലെ വാട്ടർഫീൽഡ് പ്രാക്ടീസ് എന്ന GP സർജറിയിൽ നിന്ന് 4,56,666 പൗണ്ടിലധികം തട്ടിയെടുത്ത കേസിൽ ഫിനാൻസ് മാനേജരായിരുന്ന ലോറൻ മില്ലിംഗ്ടണിന് 3 വർഷം 2 മാസവും തടവ്. ഏപ്രിൽ 1 റെഡിംഗ് ക്രൗൺ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഇതേ കേസിൽ പങ്കാളിയായ 44-കാരനായ റോജർ ഹാപ്പിക്ക് 9 മാസത്തെ തടവ് വിധിച്ചെങ്കിലും ഇത് 2 വർഷത്തേക്ക് നിർത്തിവെക്കുകയും 100 മണിക്കൂർ സാമൂഹിക സേവനത്തിന് വിധേയനാക്കുകയും ചെയ്തു. 2021 ഫെബ്രുവരി മുതൽ 2024 നവംബർ വരെ വാട്ടർഫീൽഡ് പ്രാക്ടീസിൽ ഫിനാൻസ് മാനേജരായിരുന്ന മില്ലിംഗ്ടൺ വ്യാജ ഇൻവോയ്സുകൾ തയ്യാറാക്കി സർജറിയുടെ പണം സ്വന്തം അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയായിരുന്നു. ബാങ്കിംഗ് വിശദാംശങ്ങൾ കൃത്രിമമായി മാറ്റിമറിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്. ഹാപ്പിയുടെ അക്കൗണ്ടിലേക്ക് 25,190 പൗണ്ട് കൈമാറിയതായും അന്വേഷണത്തിൽ കണ്ടെത്തി. 2025 ജനുവരിയിൽ അറസ്റ്റിലായ ഇവർക്കെതിരെ കഴിഞ്ഞ ഡിസംബറിലാണ് കുറ്റം ചുമത്തിയത്. ഷൂലേസ് കെട്ടാൻ വൈകിയതിന് പെൺകുട്ടിയെ തറയിലേക്ക് വലിച്ചിഴച്ച ഫിസിക്സ് അധ്യാപകന് ശിക്ഷ ലഭിച്ചില്ല. ഷൂലേസ് കെട്ടാൻ അല്പം താമസം എടുത്തുവെന്ന് ആരോപിച്ച് 8ാം ക്ലാസ്സുകാരിയെ മുറിയിൽ വെച്ച് വലിച്ചിഴച്ച സംഭവത്തിൽ PE ടീച്ചർ ഷാർലറ്റ് വെനബിൾസിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. എസെക്സിലെ സ്റ്റുവേർട്സ് അക്കാദമിയിൽ വെച്ചാണ് സംഭവം നടന്നത്. കുട്ടിയുടെ കണങ്കാലിൽ പിടിച്ച് വലിച്ചതിലൂടെ വിദ്യാർത്ഥിനി തറയിൽ വീഴുകയും തുടർന്ന് കയ്യിൽ പിടിച്ച് മറ്റു കുട്ടികൾക്ക് മുന്നിലൂടെ കോറിഡോറിലേക്ക് വലിച്ചിഴച്ചതായും പറയപ്പെടുന്നു. വിദ്യാർത്ഥിനിയെ ഉപദ്രവിച്ചെന്ന് സമ്മതിച്ചെങ്കിലും അതിൻ്റെ കാരണം ഷൂ ലേസ് കെട്ടാൻ വൈകിയതായിരുന്നുവെന്ന് ടീച്ചർ വിശദീകരിച്ചു. ഇതിനെക്കുറിച്ച് സ്കൂൾ അധികൃതരെ അറിയിച്ചില്ലെന്ന് തെളിഞ്ഞെങ്കിലും അപ്രതീക്ഷിതമായ പെരുമാറ്റമായിരുന്നുവെന്നും ടീച്ചിംഗ് റെഗുലേഷൻ ഏജൻസി ഇത് പരിഗണിച്ച് ശിക്ഷയായി കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചാൽ മതിയെന്നും തീരുമാനിച്ചു. ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജറ്റ് ഫിലിപ്സന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷ് ഹോം സെക്രട്ടറിയുടെ കുടിയേറ്റ നയങ്ങളിൽ സർക്കാരിനുള്ളിൽ ഭിന്നത. MPമാരും മന്ത്രിമാരും എതിർപ്പിൽ. ബ്രിട്ടീഷ് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദിന്റെ പുതിയ കുടിയേറ്റ നയങ്ങൾക്കെതിരെ ഭരണകക്ഷിയായ ലേബർ പാർട്ടിയിൽ അതൃപ്തി പുകയുന്നു. സ്ഥിരതാമസത്തിന് അർഹത നേടാൻ നിലവിലുള്ള 5 വർഷമെന്ന കാലയളവ് 10 വർഷമായി വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള മാറ്റങ്ങൾക്കെതിരെ MPമാരും ചില മന്ത്രിമാരും രംഗത്തെത്തി. ഈ നയങ്ങൾ കടുപ്പമേറിയതാണെന്നും നിലവിൽ യുകെയിലുള്ള കുടിയേറ്റക്കാരെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും അവർ വാദിക്കുന്നു. മാറ്റങ്ങൾ നിലവിൽ യുകെയിലെത്തിയവർക്ക് ബാധകമാക്കരുത് എന്നാണ് പ്രധാന ആവശ്യം. മുൻ ഉപപ്രധാനമന്ത്രി ഏഞ്ചല റെയ്നർ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ നയങ്ങൾ ബ്രിട്ടീഷ് ആണെന്നും ലക്ഷ്യസ്ഥാനം മാറ്റി കളിക്കുന്നതിന് തുല്യമാണെന്നും അവർ കുറ്റപ്പെടുത്തി. നിലവിൽ കുടിയേറ്റ നയങ്ങൾ ലംഘിക്കുന്നവരെ പുറത്താക്കാൻ ശ്രമിക്കുന്നതിന് പകരം തൊഴിലാളി അവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നും ചില MPമാർ ആവശ്യപ്പെടുന്നു. സർക്കാരിൻ്റെ ഈ നീക്കം റിഫോം UK പോലുള്ള പാർട്ടികൾക്ക് ഗുണം ചെയ്യുമെന്നും ഗ്രീൻ പാർട്ടിയുടെ വിജയത്തെ ഒരു മുന്നറിയിപ്പായി കാണണമെന്നും പാർട്ടിയിലെ ചിലർ അഭിപ്രായപ്പെടുന്നു. അതേസമയം കുടിയേറ്റ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ മന്ത്രിമാരും MPമാരും സമ്മർദ്ദം ചെലുത്തുന്നതായുള്ള വാർത്ത ഹോം ഡിപ്പാർട്ട്മെന്റ് നിഷേധിച്ചിട്ടുണ്ട്. കുടിയേറ്റം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണെന്നും സ്ഥിരതാമസത്തിനുള്ള അവകാശം നേടിയെടുക്കേണ്ടതാണെന്നും സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നു. ഈ വിഷയത്തിൽ കൂടിയാലോചനകൾ തുടരുകയാണ്. നോർത്ത് സീയിൽ എണ്ണ പ്രകൃതിവാതക ഖനനം. ലേബർ സർക്കാർ സമ്മർദ്ദത്തിൽ. നോർത്ത് സീയിൽ എണ്ണ പ്രകൃതിവാതക ഖനനം പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്.
ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്നുണ്ടായ ഇന്ധനവില വർധനവും ജീവിത ചെലവിലെ പ്രതിസന്ധിയും കാരണം നെറ്റ് സീറോ നയങ്ങൾ ഇളവ് വരുത്തി ഖനനം ആരംഭിക്കണമെന്ന് എനർജി സെക്രട്ടറി എഡ് മിലിബാൻഡിനോട് എംപിമാർ ആവശ്യപ്പെടുന്നു. പൊതുജനാഭിപ്രായ സർവേകളിലും ഭൂരിഭാഗം പേരും ഖനനം പുനരാരംഭിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇന്ധനവില പിടിച്ചു നിർത്താനും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും ഇത് അത്യാവശ്യമാണെന്ന് ഭരണകക്ഷി എംപിമാർ പോലും പറയുന്നു. ചാൻസലർ റേച്ചൽ റീവ്സ് ഖനന നിരോധനം നീക്കുന്നതിനെ പിന്തുണച്ചതോടെ മന്ത്രിസഭയ്ക്കുള്ളിലും ഇത് സംബന്ധിച്ച തർക്കങ്ങൾ രൂക്ഷമായതായി സൂചനയുണ്ട്. ട്രേഡ് യൂണിയനുകളും ലേബർ പാർട്ടിക്കുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്നു. അതേസമയം സൈന്യത്തെയും മറ്റ് സുപ്രധാന മേഖലകളെയും സജ്ജമാക്കാനുള്ള പദ്ധതികൾ നീട്ടിവെച്ചതും പ്രതിരോധ സജ്ജീകരണ ബിൽ അവതരിപ്പിക്കാൻ വൈകുന്നതും ലേബർ സർക്കാർ തീരുമാനമെടുക്കാതെ ചാഞ്ചാടുകയാണെന്ന ആരോപണങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇത് ശത്രുക്കൾക്കും സഖ്യകക്ഷികൾക്കും തെറ്റായ സന്ദേശം നൽകുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും ക്യൂ മലയാള UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ ക്യൂ മലയാള UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.